സൗഖ്യം. ആരോഗ്യം നമ്മളിലൂടെ. റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിൽ ഇന്ന് മുലയൂട്ടലും അനുബന്ധ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ലാക്ടേഷൻ കെയർ കൗൺസിലറായ നിഷാന എമ്മുമായി എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായ നിമ്മി ജേക്കബ് നടത്തുന്ന അഭിമുഖം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് മുലയൂട്ടലിനെ കുറിച്ചും അതോടനുബന്ധിച്ച് നമുക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളെക്കുറിച്ചും മുലയൂട്ടൽ സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനുവേണ്ടി നമുക്ക് സംശയ നിവാരണം നടത്താനും നിങ്ങളുടെയൊക്കെ സംശയങ്ങൾക്ക് മറുപടി തരാനുമായി ഇന്ന് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് നിഷാന മാഡമാണ്. മാഡം എറണാകുളം ജില്ലയിലെ ഒരു ലാക്ടേഷൻ കൺസൾട്ടൻ്റാണ്. മാഡത്തെ എത്രയും സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നിമ്മി. നമുക്ക് വരാൻ സാധ്യതയുള്ള കുറേ സംശയങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മാമിനോട് ചോദിച്ചു തുടങ്ങട്ടെ. പ്രസവശേഷം അത് സിസേറിയൻ ആയിക്കൊള്ളട്ടെ നോർമൽ ഡെലിവറി ആയിക്കൊള്ളട്ടെ എപ്പോൾ മുലയൂട്ടണം എന്നാണ് മാമിൻ്റെ ഒരു അഭിപ്രായം? പ്രസവത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ മുലയൂട്ടാൻ ശ്രമിക്കേണ്ടതാണ്. അതിപ്പം സിസേറിയൻ്റെ കേസിൽ, സിസേറിയൻ ഒരു സർജറിയാണ്. അപ്പോൾ സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ചിലപ്പോൾ മുലയൂട്ടാൻ സാധിച്ചെന്ന് വരില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുലയൂട്ടാൻ സാധിക്കും. പക്ഷേ അത് സംഭവിക്കാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം റെക്കമെൻഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിന് നമ്മളൊരു ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മുലയൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാവകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുകയും അറ്റാച്ച് ചെയ്യാൻ പറ്റുകയും സാധിക്കാറുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ശ്രമിക്കേണ്ടതാണ്. അടുത്ത ഒരു ചോദ്യം, അതായത് കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോയെന്ന് ഒരു അമ്മ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ ഒരു കുഞ്ഞിന് എപ്പോഴും നമുക്കുള്ളൊരു ഡൗട്ടാണ് ഒരു കുഞ്ഞിന് എത്ര പാൽ ആവശ്യമുണ്ടെന്ന്. അപ്പം ഡയറക്റ്റായി മുലയൂട്ടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കാണില്ല ഈ കുട്ടി എത്ര പാല് കുടിക്കുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അപ്പം ചെറിയ ഒരു വാവ, ജനിച്ച ഉടനെയുള്ള ഒരു വാവയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാവയുടെ വയറ് വളരെ ചെറുതാണ്. അപ്പോൾ ആ വാവയ്ക്ക് കുറേ പാലൊന്നും ആവശ്യമില്ല. ആദ്യത്തെ ദിവസം ഒരു 5 ml അല്ലെങ്കിൽ ഒരു 10 ml അത്രയാണ് ആവശ്യം. അതാണ് ഈ അമ്മ ഉണ്ടാക്കുന്നതും. കൊളോസ്ട്രം എന്ന് പറയും ആദ്യത്തെ പാലിന്. പക്ഷേ അപ്പം എങ്ങനെ മനസ്സിലാക്കാം ഒരു കുട്ടിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന്? കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ കുഞ്ഞ് മൂത്രം ഒഴിക്കുകയും അപ്പിയിടുകയും വേണം. അതായത് ആദ്യത്തെ ദിവസം കുഞ്ഞിന് മിനിമം ഒരു മൂത്രമോ അല്ലെങ്കിൽ ഒരു അപ്പിയെങ്കിലും പോകണം. അതേപോലെ കുഞ്ഞ് വളരും തോറും ഓരോ ദിവസം ചെല്ലും തോറും എത്രാമത്തെ ദിവസമാണോ, അതായത് ഇപ്പം 3-ാമത്തെ ദിവസം മിനിമം 3 മൂത്രവും ഒരു അപ്പിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വയറ്റുനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കുഞ്ഞിന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. കുഞ്ഞിന് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ആയിട്ട് ഒരു 6 പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും അപ്പിയിടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ആവശ്യമുള്ള അത്ര കിട്ടണമെന്നാണ്. രണ്ടാമതായിട്ട് ഈ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവണം. അതായത് ഒരു ദിവസം 20 അല്ലെങ്കിൽ ഒരു 30 ഗ്രാം വരെ വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ആവശ്യമുള്ളത്ര പാല് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ യൂറിൻ കൗണ്ട്, സ്റ്റൂൾ കൗണ്ട്, വെയിറ്റ് ഗെയിൻ ഇതെല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തായാലും പാല് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലോണം പാല് കിട്ടുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡായി ഉറങ്ങുകയും ചെയ്യും. ഒരു 1.5-2 മണിക്കൂർ വരെ ഒരു ഫീഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സാധാരണ നമ്മൾ പറയും ഒരു മുലപ്പാല് കൊടുത്ത് തുടങ്ങുമ്പം എത്ര സമയം ഒരു കൊച്ചിന് കൊടുക്കണം? കുഞ്ഞിന് പാലൂട്ടണം 10 മിനിറ്റ് ആണോ 20 മിനിറ്റ് ആണോ? 20 മിനിറ്റ് കിട്ടുമ്പോഴാണോ ആ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് തികയുന്നത്? അപ്പം അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ അഭിപ്രായം? അപ്പോൾ സാധാരണ നമ്മൾ പറയാറ് 15-20 മിനിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ വാവ കുടിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അമ്മയുടെ പാലിൻ്റെ ഫ്ലോ അനുസരിച്ചും ഇരിക്കരുത്. ഇപ്പം നല്ല ഫ്ലോ ഉള്ള നല്ലോണം പാലുള്ള ഒരു മദറിൻ്റെ വാവ ചിലപ്പം 20 മിനിറ്റ് കുടിക്കില്ല, 10 മിനിറ്റ് കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയുമായിരിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ വാവ കുടിക്കുന്നുണ്ടോ ഇറക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്.
ഇപ്പം 20 മിനിറ്റ് ബ്രസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ സക്ക് മാത്രം ചെയ്യണുള്ളൂ, വലിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇറക്കുന്നില്ലെങ്കിൽ ആ ഒരു 20 മിനിറ്റ് കൊണ്ട് വാവയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടണില്ല. അപ്പം സക്ക് ചെയ്യുകയും സ്വോളോ ഇറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാവയ്ക്ക് കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ മാം, ഒരു സംശയം ഉണ്ട്. അതായത് ശരിയായ മുലയൂട്ടാൻ ഇന്നത്തെ പല അമ്മമാർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ട്രെയിനിങ് ഒന്നും പ്രത്യേകിച്ച് ആരും കൊടുക്കുന്നുമില്ല. നമ്മൾ എന്നാണ് മുലയൂട്ടി തുടങ്ങുന്നത് അന്ന് തൊട്ടാണ് നമുക്കൊരു ട്രെയിനിങ് എന്ന് പറയാം. അപ്പോൾ ശരിയായിട്ട് മുലയൂട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മുലയൂട്ടൽ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല. കുഞ്ഞ് ജനിക്കണു, നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റിൻ്റെ അടുത്തേക്ക് മുലയുടെ അടുത്തേക്ക് കൊണ്ടുപോകണു, കുഞ്ഞ് സക്ക് ചെയ്ത് കുടിക്കണു, ഇങ്ങനെയായിരുന്നു. പക്ഷേ മിക്കവാറും സംഭവിച്ചിരുന്നത് കുഞ്ഞ് എപ്പോഴും നിപ്പിളിൻ്റെ അറ്റത്തായിരുന്നു സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ട്രോയിലൂടെ വലിച്ചു കുടിക്കുന്നത് പോലെയാണ് കുടിച്ചുകൊണ്ടിരുന്നിരുന്നത് പണ്ടത്തെ കാലത്തൊക്കെ. കുറേ, എല്ലാവരും എന്നല്ല പറയണത്. അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ സംഭവിക്കാവുന്നത്, ഒന്ന് കുഞ്ഞിന് ആവശ്യമുള്ളത്ര പാല് കിട്ടിയെന്ന് വരില്ല. ഇപ്പം നമ്മൾ തന്നെ നിപ്പിളിൻ്റെ അറ്റത്ത് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ എത്ര പാല് കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ആ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്കായിട്ടുള്ള പോർഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പാല് കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ആ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്കായിട്ടുള്ള ഏരിയോള എന്ന പോർഷനിലേക്കാണ് വാവകൾ ലാച്ച് എന്ന് പറയും. ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റത്ത് നിപ്പിളിൻ്റെ അറ്റത്ത് മാത്രം സക്ക് ചെയ്യാതെ ഏരിയോളയും കൂടെ സക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കുഞ്ഞിന് നല്ല രീതിയിൽ പാല് കിട്ടുക. ശരി മാം. പിന്നെ പലപ്പോഴും ഒരു സംശയം ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കുഞ്ഞ് കരയുമ്പം കൊച്ചിന് പാല് തികയുന്നില്ല. അതുകൊണ്ടാണ് ഞാനും ഒരു അമ്മയാണല്ലോ, അപ്പോൾ ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താ നീ പാല് കൊടുക്കാത്ത അതുകൊണ്ടാണല്ലോ കൊച്ചു കരയുന്നത് എന്നുള്ള ഒരു നമ്മളെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതി. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ ഒരു അഭിപ്രായം? ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു 9 മാസം വളരെ സേഫും സെക്യൂറുമായിട്ടുള്ള അതിൻ്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പം അധികമായിട്ട് ഒച്ച വരണില്ല, ലൈറ്റ് വരണില്ല, ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര വാവയ്ക്ക് ആ ഒരു ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചേഞ്ചാണ്. അപ്പോൾ ഈ വാവ എങ്ങനെ നമ്മളോട് സംസാരിക്കും? ഇപ്പോൾ വാവയ്ക്ക് ഇപ്പോൾ ചൂടെടുക്കണു, വാവ എന്ത് ചെയ്യും? കരയും. തണുക്കണു, കരയും. മൂത്രമൊഴിച്ചു, കരയും. മൂത്രമൊഴിക്കാൻ മുട്ടണു, കരയും. ഈ വാവ ശരിക്കും സംസാരിക്കുന്നത് പോലെയാണ് വാവയുടെ കരച്ചിൽ. വാവയ്ക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കരച്ചിൽ. എല്ലാം ഓക്കെ ആണെങ്കിൽ വാവ കരയില്ല, പക്ഷേ വേറെ എന്ത് ഓക്കെ അല്ലെങ്കിലും കരച്ചിലായിരിക്കും. അത് വിശന്നാലും കരയുമാണ്, അല്ലാണ്ട് വിശപ്പ് കൊണ്ട് മാത്രം കരയും എന്നല്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഒരു മഞ്ഞ കണ്ണട വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുക, ഓ കുഞ്ഞ് കരയണത് പാല് കിട്ടാഞ്ഞിട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഒന്നും നമ്മൾ കാണണില്ല. അപ്പോൾ എപ്പോഴും എന്തുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. പാലിന് ആവാം, പക്ഷെ അല്ലാത്ത റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഓക്കെ മാം. എൻ്റെ അടുത്ത ഒരു ചോദ്യം, മുലയൂട്ടുന്ന അമ്മമാർ വേദന പറ്റി പറയുന്നുള്ളൂ, അത് നോർമലാണോ? ഇപ്പം ഞാനും ഒക്കെ മുലയൂട്ടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ഇനിഷ്യൽ ആദ്യ ദിവസങ്ങളിൽ വല്ലാത്ത വേദന അനുഭവിക്കുകയും കുഞ്ഞിന് പാലൂട്ടാൻ പറ്റാതെ വരികയും, എങ്കിലും കുഞ്ഞിനോട് ഉള്ള ഒരു സ്നേഹം കാരണം ഈ വേദനയ്ക്കിടയിലും പാലൂട്ടുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പോലും. അപ്പോൾ അത് നോർമലാണോ ഈ വേദന? അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ അഭിപ്രായം? വേദന ഒരിക്കലും നോർമലല്ല നിമ്മി. അപ്പം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു കുഞ്ഞ് ബ്രസ്റ്റിലേക്ക് ലാച്ചാ ചെയ്യേണ്ടത്. അതായത് നിപ്പിളിൽ മാത്രമല്ല ഏരിയോളയും കൂടെയാണ് വായിലേക്ക് എടുക്കേണ്ടത്. പക്ഷേ കുഞ്ഞുങ്ങൾ നിപ്പിളിൻ്റെ അറ്റത്ത് മാത്രം സക്ക് ചെയ്യുമ്പം കടിക്കാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. ഇവർക്ക് പല്ലില്ല, പക്ഷെ ഇവരുടെ മോണ നല്ല സ്ട്രോങ് ആണ്. അപ്പം ക്രാക്കുകൾ വരാൻ, മുറിവുകൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ലാച്ച് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ പെയിൻ അങ്ങനെ വരാറില്ല. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ശരിയല്ല. അപ്പം എന്തുകൊണ്ടാണ് പെയിൻ? ഒന്ന്, ഈ കുഞ്ഞ് ലാച്ച് ചെയ്യുമ്പം ശരിയല്ലെങ്കിൽ വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 2, പാല് നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 2ാമത്തെ 3ാമത്തെ ദിവസമാണ് ഈ കൊളോസ്ട്രം മാറി പാലിലേക്കുള്ളൊരു ചേഞ്ച് നടക്കുന്നത്. അപ്പം ആ സമയത്ത് കല്ലിപ്പ് പോലെയൊക്കെ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പം ഭയങ്കര വേദനയായിരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കല്ലിപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ചൂടോ തണുപ്പോ വെച്ച് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് നമ്മൾ ആ കല്ലിപ്പ് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അത് ആ കല്ലിപ്പായി തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സംശയം ഇടയ്ക്ക് ചോദിക്കുവാണ്, ചൂടോ തണുപ്പോ എന്ന് പറഞ്ഞാൽ ഇവന് കോൾഡ് പ്രസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഐസ് പാക്ക് പോലെയാണോ അതോ ചെറിയ, അതിനെ പറ്റി അപ്പം ചൂടെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് ചൂട്, ചെറിയ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇളം ചൂട്, ഭയങ്കര ചൂട് വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് ഇളം ചൂടുവെള്ളം മുക്കി അങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ശരിക്കും തണുപ്പ് വെക്കുക എന്നുള്ളതാണ്. അപ്പം ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഒരു ഇൻഫ്ലമേഷനും കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസസിൽ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫെക്ഷൻ പോലെ അല്ലെങ്കിൽ ഈ പാല് കെട്ടി കിടക്കുമ്പോൾ നീരും ഉണ്ട് അവിടെ, പാല് മാത്രമല്ല, അപ്പൊ നീരും ഉണ്ട് അവിടെ. അപ്പൊ ആ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് ആയിട്ടുള്ള, അത് ഐസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ഈ ചെറിയ പെപ്സിയുടെ ഒക്കെ ബോട്ടിലുകളില്ലേ, പെറ്റ് ബോട്ടിൽസ്, അത് നമുക്ക് വെള്ളം നിറച്ച് ഫ്രീസറിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രസ്റ്റിന്റെ മേളിൽ വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ജെന്റിലായിട്ട്, ഒരിക്കലും അമർത്തി വേദനിക്കുന്ന രീതിയിൽ ചെയ്യരുത്, ജെന്റിലായിട്ടുള്ള മസാജുകൾ ചെയ്യാം. ഓക്കെ മാം. പിന്നെ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, അതായത് പ്രസവശേഷം ഉണ്ടാവുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അത് നമ്മളിപ്പോൾ കുറച്ച് കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ്, പക്ഷേ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് തുറന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് പ്രസവത്തിന് ശേഷമുള്ള ഒരു പീരിയഡിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 2 ഹോർമോൺ ഉണ്ട് നമ്മുടെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണെന്നും പറഞ്ഞ്. അതിങ്ങനെ ഈ 9 മാസത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ 2 ഹോർമോണും നല്ല രീതിയിൽ കുറയാൻ തുടങ്ങും. ഓക്കെ, ഭയങ്കരമായിട്ട് ആ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കര ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഈ ഒരു ഡ്രോപ്പ് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു, നമ്മുടെ ഫീലിങ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമല്ല. അത് ആദ്യത്തെ 3 ദിവസം മാത്രമല്ല, ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ തന്നെ അങ്ങനെ ആയിരിക്കാം. അപ്പം അത് ഇനീഷ്യലി ഉള്ള ആ ഒരു പീരീഡിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാ പറയാം. അതായത് ഉറക്കമില്ലാത്ത, കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടണില്ല. അപ്പം അതൊക്കെ ആ ഒരു ബ്ലൂ പീരീഡ് എന്നാ പറയാം, ആദ്യത്തെ ഒരു 2-3 ആഴ്ച. അതിനുശേഷവും ഈ അമ്മയ്ക്ക് ഒത്തിരി ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, എപ്പോഴും കരച്ചിൽ വരിക, കുഞ്ഞിനോടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, സ്നേഹം തോന്നുന്നില്ല, കുഞ്ഞിനോടൊരു കണക്ഷൻ തോന്നുന്നില്ല. എക്സ്ട്രീം ആയിട്ടുള്ള കേസസിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു. അതായത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പം കരച്ചിൽ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും എക്സ്ട്രീമായിട്ട് ചെയ്യാൻ തോന്നുക. അങ്ങനത്തെയൊക്കെ കണ്ടീഷന് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്ന ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്കോ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും? അതായത് ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടം, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, എപ്പോഴും ഒരു പേടി പോലെ, ഇങ്ങനത്തെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപാകത നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം എന്നില്ല. അപ്പോൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. അപ്പം എന്തെങ്കിലും കൂടുതൽ പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ സൈക്യാട്രിസ്റ്റിന് റെക്കമെൻഡ് ചെയ്യും. അപ്പം നമ്മളുടെ ലെവലിൽ നമുക്ക് ചെയ്യാവുന്നത്, എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളായിട്ടത് സാരമില്ല എന്ന് പറയാതെ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അമ്മമാർക്ക് എന്തെങ്കിലും രോഗം, പനിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളാവാം, ഇത്തരം അവസരങ്ങളിൽ ഫീഡ് ചെയ്യാമോ? മിക്കവാറും രോഗങ്ങളുടെ കേസസിലൊക്കെ അമ്മമാർക്ക് ഫീഡ് ചെയ്യാം. ഇപ്പം നമുക്കൊരു അസുഖം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം അതിനുള്ള ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഇതേ ആൻറ്റിബോഡി ഈ കുഞ്ഞിലേക്ക് പോവുകയാണ്. അതായത് അമ്മയ്ക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞിന് ഈ ആൻറ്റിബോഡി കിട്ടുന്നത് കാരണം എങ്ങാനും കുഞ്ഞിന് പനി വരികയാണെങ്കിൽ പോലും അത് വളരെ മൈൽഡായിട്ടേ വരുള്ളൂ. അപ്പം വളരെ ബെനിഫിഷ്യലാണ്. രോഗമുള്ളപ്പോഴും അമ്മയ്ക്ക് പറ്റുന്നതാണെങ്കിൽ, മാരക രോഗങ്ങളൊന്നും അല്ലെങ്കിലും പിന്നെ അമ്മയുടെയും ഹെൽത്ത് കണ്ടീഷൻ നോക്കണമല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരു സ്ഥിതിയാണെങ്കിൽ ചിലപ്പോൾ മുലയൂട്ടാൻ പറ്റിയെന്ന് വരില്ല.
പിന്നെ അടുത്ത ഒരു ചോദ്യം, അതായത് നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികളും അല്ലെങ്കിൽ അമ്മമാരും വർക്കിംഗ് മദേഴ്സാണ്, ജോലിക്ക് പോകുന്നവരാണ്. എന്നാൽ അവർ പലർക്കും കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഉള്ള വേദന, അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രയാസം. ഇത്തരം അവസരങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മാർഗങ്ങൾ? ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സർവീസിലും പ്രൈവറ്റ് ഇതിലൊക്കെ 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അപ്പോൾ പക്ഷെ എല്ലാവർക്കും അതും ഉണ്ടെന്നില്ല. 3 മാസം വരെയൊക്കെ ചിലവർക്ക് ലീവ് കിട്ടാറുള്ളൂ. അപ്പം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് പറയുന്നത്. അപ്പം അത് കൊടുക്കാൻ പറ്റാത്തപ്പം വളരെയധികം വിഷമമാണ് ഈ മദേഴ്സിന് ഉണ്ടാകുന്നത്, അമ്മമാർക്ക് ഉണ്ടാകുന്നത്. ഞാനും അതുപോലെ ഒരു അമ്മയായതുകൊണ്ട് എനിക്കത് അറിയാം. ഞാനും ജോലിക്ക് പോയപ്പോൾ എന്തൊക്കെ മാർഗങ്ങളാണെന്നൊന്നും അത്ര നമുക്ക് അറിവുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒന്നും ചെയ്തു വെച്ചിട്ട് പോകാൻ സാധിച്ചു. അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അതിപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ ഡിവൈസസ് ഒന്നുമില്ല. നമ്മൾ കൈവച്ച് ഇപ്പൊ പാല് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കൈവച്ച് പിഴിഞ്ഞാണ് എടുക്കാറ്. കൈവച്ച് പിഴിയല് സമയമെടുക്കുന്നത് ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരുമ്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ ഡിവൈസസ് അവൈലബിൾ ആണ്. അത് മാനുവലായിട്ട്, അതായത് നമ്മൾ കൈവച്ച് ഞെക്കി പാല് പുറത്തേക്ക് എടുക്കുന്ന രീതിയിലും ഉണ്ട്. നമ്മൾ കൈവച്ച് ബ്രസ്റ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലാതെ ഇലക്ട്രിക് ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പുകളും ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വേറബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രസ്റ്റ് പമ്പ് വരുന്നുണ്ട്. അതായത് നമ്മൾ ബ്രാഡ് ഉള്ളിൽ ഈ ബ്രസ്റ്റ് പമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പമ്പ് തന്നെത്താനെ പമ്പ് ചെയ്ത് പാല് എടുത്തോളും. അപ്പോൾ ഇങ്ങനെയുള്ള പമ്പുകൾ വർക്കിംഗ് ആയിട്ടുള്ള മദേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. കാരണം വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവർ തീരെ പമ്പ് ചെയ്തില്ലെങ്കിൽ ഒന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ പാല് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, വേദന വരാം. രണ്ടാമത് ഈ പിന്നെ പാല് അത്രയും സമയം, അതായത് ഇപ്പോൾ രാവിലെ 9 മണിക്ക് വർക്കിന് പോയി 5 മണി വരെയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരം പാല് റിമൂവ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കുറയും. അപ്പം ആ ഒരു സ്റ്റേജിൽ നമുക്ക് കുഞ്ഞ് സക്ക് ചെയ്യാത്തതും നമ്മൾ റിമൂവ് ചെയ്യാത്തതും 2-3 പ്രാവശ്യം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലും ഈ എക്സ്പ്രസ് ചെയ്ത പാല് നമുക്ക് കുഞ്ഞിനും കൊടുക്കാൻ പറ്റും. അപ്പം ഫ്രിഡ്ജൊക്കെ ഉള്ള ഒരു ഓഫീസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിലേക്ക് ഈ പമ്പ് ചെയ്ത് വെച്ച പാലെടുത്ത് വെക്കുക. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ആ പാല് കുഞ്ഞിന് കൊടുക്കാം. അപ്പം അത് ഫ്രിഡ്ജ് ഇല്ലാത്ത അവസ്ഥയിൽ കൂളിംഗ് ബാഗ്സ് എന്ന് പറയും, ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ വരെ തണുപ്പ് നിൽക്കാവുന്ന ബാഗുകൾ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പമ്പ് ചെയ്ത് ബാഗുകൾ നമ്മുടെ മാർക്കറ്റിൽ ആമസോണിലൊക്കെ ഒത്തിരി ആയിട്ട് കാണാറുണ്ട്. അപ്പം അത് അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലിക്ക് ഇപ്പം നമുക്കറിയാം 3 മാസത്തിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ 1 മാസം മുന്നേ തൊട്ടേ നമ്മൾ പമ്പ് ചെയ്ത് കുറച്ച് പാല് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങുക. അപ്പം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ 2 ദിവസം വരെയാണ് പാല് സ്റ്റോർ ചെയ്യാൻ പറ്റുക. പക്ഷേ ഫ്രീസറിൻ്റെ ഉള്ളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച പാല് നമുക്ക് അമ്മ വർക്കിന് പോകുന്ന സമയത്തും ഈ സ്റ്റോർ ചെയ്ത പാല് കൊടുക്കുകയും പിന്നെ അമ്മ പമ്പ് ചെയ്ത് വെച്ച പാല് കൊടുത്തും നമുക്ക് തീരെ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കൊരു സംശയം എൻ്റെ ഇടയ്ക്ക് തോന്നിയത്, ഇപ്പോൾ ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്ന പാല് നമ്മൾ പുറത്തെടുത്ത് വെക്കും, അത് ചൂടുവെള്ളത്തിൽ എങ്ങനെയാണ് അത് നമ്മൾ പിന്നെ കുഞ്ഞിന് കൊടുക്കുക? ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാല് ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാൻ റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം ഭയങ്കര ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. അപ്പോൾ പിരിഞ്ഞതുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ശരിക്കും ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. നമുക്കറിയാം ഓക്കെ കുഞ്ഞ് ഏകദേശം എത്ര ml ആണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാല് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഓൾറെഡി വെള്ളം അലിഞ്ഞു വരുന്ന ഒരു പരുവത്തിലായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കരുത്, സ്റ്റവിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല. ഡബിൾ ബോയിലിംഗ് എന്ന് പറയും. അതായത് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാലൊഴിച്ച പാത്രം ഇറക്കി വെക്കുക, അധികമായിട്ടുള്ള ചൂട് ചെയ്യണ്ട. എന്നിട്ട് ആ തണുപ്പ് മാറ്റിയാൽ മതി, ചൂടാക്കണം എന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, അതൊരു നല്ല ഒരു അറിവായിരുന്നു. ഇത് പണ്ടേ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഇപ്പേ ഉള്ളൂ. വേറൊരു ചോദ്യം മനസ്സിൽ വന്നത്, മുലയൂട്ടൽ എപ്പോൾ നമുക്ക് നിർത്താം? എത്ര നാൾ നമ്മൾ മുലയൂട്ടാം? എപ്പോഴാണ് നിർത്താനുള്ളൊരു സമയം? അത് പലരും പലതാ പറയുന്നത്. ചിലർ പറഞ്ഞു കൂടുതൽ മുലയൂട്ടരുതെന്ന് പറയുന്നു, ചിലർ 2 വയസ്സ് വരെ കൊടുത്താൽ മതി എന്ന് പറയുന്നു. ആ ഒരു ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. പക്ഷേ 2 വയസ്സ് വരെ മുലയൂട്ടാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ മദറിന് വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെക്കമെൻഡേഷൻ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അമ്മയ്ക്ക് വല്ല ശാരീരികമായോ മാനസികമായോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ചിലപ്പം അതിന് കുറച്ച് മുന്നേ ആയിട്ട് നിർത്തേണ്ട ആവശ്യം വരാറുണ്ട്. ഇനി 2 വയസ്സിനപ്പുറം എപ്പോൾ നിർത്തണം എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും തീരുമാനിക്കാമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഓക്കെ. മുലയൂട്ടൽ നിർത്തുമ്പം ഒരു അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ പലരും ഇപ്പം മുലയൂട്ടൽ നിർത്തുന്നത് തന്നെ എന്തെങ്കിലും അരച്ച് തേച്ചോ ഒക്കെയാണ്. അപ്പം അതുമായിട്ട് പെട്ടെന്ന് അതിനോടൊരു അവേഷം തോന്നുന്നു, പിന്നെ അത് നിർത്തുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അമ്മയ്ക്ക് മാനസികമായിട്ടും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. അത് നമ്മളൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നമ്മൾ മുലയൂട്ടൽ നിർത്തേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല, ഇപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നു, അത് കാരണം മുലയൂട്ടൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടില്ല. ഇല്ല. അല്ലാത്ത പക്ഷം എപ്പോഴും നമുക്ക് ഇപ്പം ഒരു 2.5 വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു, അപ്പം നമ്മൾ തീരുമാനിച്ചു ഓക്കെ നമുക്ക് മുലയൂട്ടൽ മതി, ഇനി നിർത്താം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ അരച്ച് തേക്കുന്നത് എനിക്കതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കുഞ്ഞിന് മുലയൂട്ടുന്നത് ഫുഡ് മാത്രമല്ല, അതൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ നമ്മുടെ വീടില്ലാതാവുന്ന ഒരവസ്ഥ, അതുപോലെയാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും നാൾ അവിടെ ആ സേഫ്റ്റിയും ഫുഡും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അവിടെ പെട്ടെന്ന് ഇല്ലാതാവുമ്പം അത് കുഞ്ഞിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു നിർത്തൽ റെക്കമെൻഡഡ് അല്ല. പിന്നെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു 2 വയസ്സിനപ്പുറമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ കുഞ്ഞിനോട് പതുക്കെ പറഞ്ഞ് നമ്മളിപ്പം കുഞ്ഞ് പല പ്രാവശ്യം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുടിക്കുന്ന ഫ്രീക്വൻസി കുറയ്ക്കാം, രാത്രി കുടിക്കുന്ന ഫ്രീക്വൻസി പതുക്കെ കുറച്ചുകൊണ്ട് ഇപ്പോൾ വലിയ കുട്ടി ആയില്ലേ, അപ്പം അല്ലെങ്കിൽ ചെറിയ റിവാർഡ്സ് കൊടുക്കാം. രാത്രി ഫുൾ ഉറങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇത് ചെയ്യാം, അവിടെ പോവാം, അങ്ങനെ പല രീതിയിലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഈ കുഞ്ഞ് റെഡി ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് ടൈം കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് മനസ്സിലാക്കാനും ഈ അമ്മയ്ക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ അമ്മയ്ക്കും. മുല കുടിപ്പിക്കുന്നത് നിർത്തുമ്പോൾ അമ്മമാർക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് മാനസികമായിട്ട്. തീർച്ചയായിട്ടും ആ ബോണ്ടിങ് പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ടാർഗറ്റൊന്നും കൊടുക്കണ്ട, പതുക്കെ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ അത് പറ്റാത്ത സ്ഥിതിയിൽ നമുക്ക് ചിലപ്പോൾ അബ്രപ്റ്റായിട്ട് ചെയ്യണം. പതുക്കെ ചെയ്യുമ്പം അമ്മയുടെ പാല് പതിയെ കുറഞ്ഞു വരും. അപ്പം അമ്മയ്ക്ക് നിർത്തി കഴിയുമ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് നിർത്തി കഴിയുമ്പം അത്രയും നാള് കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരുന്ന് ആ പാല് പുറത്തേക്ക് എടുക്കാത്ത പക്ഷം കല്ലിപ്പും വേദനയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഒന്ന് ചെയ്യാവുന്നത് നമ്മുടെയൊക്കെ കിച്ചണിലൊക്കെ ഉള്ള ക്യാബേജ് ഇലകളുണ്ട്. ഈ ക്യാബേജ് ഇലകൾ പൊട്ടിച്ച് നമ്മൾ ബ്രസ്റ്റിന് ചുറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നീര് വലിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അധികമായിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടുകളും കുറയ്ക്കാം. പണ്ട് ഈ വെറ്റില വെച്ച് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ നീര് വലിയാനായിട്ട്. വെറ്റില എനിക്ക് വലിയൊരു അറിവില്ല. അപ്പോൾ പാല് നിർത്താൻ വേണ്ടി ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് മുല്ലപ്പൂ നമ്മൾ ബ്രേസിയറിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാല് കുറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ക്യാബേജ് ലീവ്സ് ആണ്. ക്യാബേജ് നമ്മുടെ കൈ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മുടെ കൈ വെച്ച് പൊട്ടിച്ച് കഴിയുമ്പം അതിന് ആ വെയിൻസ് ഉണ്ട്, അതിൽ കൂടെ ഒരു നീര് വരും. ആ നീര് ഈ നമ്മുടെ ബ്രസ്റ്റിലുള്ള എക്സ്ട്രാ ഉള്ള നീരിനെ കുറയ്ക്കും. മാഡം, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പെൺകുട്ടി അല്ല ഒരു അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവൾക്ക് എന്താണ് ശരിക്കും, എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പോവുകയാണ്, അതിനകത്ത് പല ടെൻഷനുണ്ടായിരിക്കും, എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കാൻ അറിയില്ല, അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാവും. ചില പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ചിലർ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നവരും ഉണ്ടാവും. ശരിക്കും ഒരു അമ്മയെ സംബന്ധിച്ച്, ഞാൻ ആദ്യമായിട്ടൊരു അമ്മയാവുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് മുലയൂട്ടൽ തുടങ്ങുമ്പോൾ ശരിക്കും എന്താണ് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു മദറിന്, അത് ന്യൂ മദറായാം, സെക്കൻഡ് ടൈം മദറാവാം, തേർഡ് ടൈം മദറാവാം, ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് സപ്പോർട്ടാണ് നമ്മെ. അതായത് സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ട്, സൊസൈറ്റിയുടെ സപ്പോർട്ട്. അപ്പോൾ ആ സപ്പോർട്ടാണ് വേണ്ടത്. ഒരു മദർ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുക, എനിക്ക് കുഞ്ഞിനെ നേരെ പിടിക്കാൻ പറ്റണില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോൾ വേദന ഉണ്ടെന്ന് പറയുക, അപ്പം അത് സോൾവ് ചെയ്യാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം.
അതായത് സാരമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സപ്പോർട്ടല്ല അല്ല. അപ്പോൾ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ വേദന എന്തുകൊണ്ടാണെന്ന്, ഇപ്പം വേദനയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ പോലെ വല്ലതും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. എന്നിട്ടും പാല് കുടിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ എന്തോ അവിടെ സോൾവ് ആയിട്ടില്ല. അപ്പം ലാക്ടേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിന് നമ്മളെപ്പോഴും ലാക്ടേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, ലാക്ടേഷൻ കൗൺസിലേഴ്സ്, ലാക്ടേഷൻ കൺസൾട്ടൻസ്. ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് പ്രോപ്പറായിട്ടുള്ള ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോഴത്തേക്ക് കാലത്ത് നമ്മളെപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് പോവുക. പണ്ടൊക്കെ നമ്മളൊരു ജനറൽ ഫിസിഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ചെവി വേദനയാണെങ്കിൽ നമ്മളൊരു ENT അടുത്ത് പോകും, എല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓർത്തോ ഡോക്ടറുടെ അടുത്ത് പോകും. അതുപോലെ ലാക്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ലാക്ടേഷണൽ പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടാനുള്ള ഗൈഡൻസും സൊല്യൂഷനും കിട്ടാം. അപ്പം ഡോക്ടറുടെ അടുത്ത് പോയി സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലാക്ടേഷണൽ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോവുക. അതുകൂടാതെ തന്നെ ഇപ്പം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അതൊന്നും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും മെൻ്റൽ ഇൽനെസ് ഉണ്ടെങ്കിലാണ് പോവുക എന്ന് പറയും. അങ്ങനെയല്ല ഒരിക്കലും. അപ്പം ഒരു മാനസിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനും കൂടെയാണ് ബ്രെയിനിലുള്ളത്. അപ്പം അതിന് ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ മദറിന് നോർമലായിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാനും പറ്റും. അപ്പം അതിനുള്ള സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന്, അത് സൊസൈറ്റിയിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മുലയൂട്ടുന്ന ഏതൊരു അമ്മയ്ക്കും കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അതിനൊരു എങ്ങനെയെങ്കിലും അതിനെ ഒരു അതിജീവിക്കാനും ഉള്ള ഒരു ഹെൽപ്പ്, ഒരു സഹായം കിട്ടുന്ന ഒരു സമൂഹമോ ഒരു ഫാമിലിയോ കൂടെ ഉണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കുഞ്ഞിനെ മുലയൂട്ടി അവർക്ക് മുന്നോട്ട് പോകാവുന്നതായിരിക്കും അല്ലേ? ഡെഫിനറ്റ് ആയിട്ടും. അപ്പം ഇത്രയും സമയം നമ്മുടെ പല സംശയങ്ങളും, അതൊരുപക്ഷെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സംശയങ്ങളും അതല്ലാത്ത സംശയങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്ന നിഷാന മാമിന് പ്രത്യേകം റേഡിയോ കൊച്ചി 90 FM പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു നിമ്മി. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.